പോയ അദ്ദേഹത്തിന്റെ ബാപ്പ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എപ്പോഴും യു.എ സന്ദർശിച്ച ഖസറിന്റെ ബാപ്പായിട്ട് പോകുമ്പോൾ പല സമയത്തും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് താമസിച്ചു. പിന്നെ നേരത്തെ നിങ്ങൾ ഞാൻ പിന്നെ വീണ്ടും വിളിച്ചിരുന്നു, അപ്പൊ നിങ്ങൾ ഫോൺ എടുത്തില്ല. പിന്നെ ആ അവിടെ മർക്കസിൽ അന്ന് വായിച്ച മുടിന്റെ സനത്, ആ മുടിന്റെ സനത് തന്നെയാണോ? മർക്കസ് സമ്മേളനത്തിന് അന്ന് വായിച്ചിരുന്നല്ലോ, അമ്പലക്കാട് ഫൈസി പറഞ്ഞു അത് മുടി അന്ന് വായിച്ചത് സനതല്ല. സമ്മേളനത്തിന് അന്ന് വായിച്ചത് സനതല്ല, അതിന്റെ സൂക്ഷിപ്പുകാരുടെ ഓരോരോ പരമ്പര ആയിട്ട് കൊണ്ടുപോകുന്ന സൂക്ഷിപ്പുകാരുണ്ടല്ലോ, അവരെ കുടുംബ പരമ്പരയാണ് വായിച്ചത്. സൂക്ഷിപ്പുകാരുടെ ഓരോരോ പരമ്പര ആയിട്ട് കൊണ്ടുപോകുന്ന സൂക്ഷിപ്പുകാരുണ്ടല്ലോ, അവരെ കുടുംബ പരമ്പരയാണ് വായിച്ചത്. എന്തിന്റെ സൂക്ഷിപ്പുകാര്? ഈ സമ്മേളനത്തിന് അന്ന് വായിച്ചത് സനതല്ല, അതിന്റെ സൂക്ഷിപ്പുകാരുടെ ഓരോരോ പരമ്പര ആയിട്ട് കൊണ്ടുപോകുന്ന സൂക്ഷിപ്പുകാരുണ്ടല്ലോ, അവരെ കുടുംബ പരമ്പരയാണ് വായിച്ചത്. എന്തിന്റെ സൂക്ഷിപ്പുകാര്? ഈ മുടി ഇപ്പൊ ഹദ്റജി എന്ന് പറഞ്ഞ ആക്ക് റസൂൽ തങ്ങളായിട്ട് നേരിട്ട് ഇങ്ങോട്ട് കിട്ടിയല്ലോ. അതിന്റെ ഓരോരോ ഇത്രയും വർഷങ്ങളായിട്ട് തലമുറ ഓരോ കുടുംബ പാരമ്പര്യം ഉണ്ടാകുമല്ലോ സൂക്ഷിപ്പുകാരുടെ പാരമ്പര്യം അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്? അപ്പൊ ഇത് അമ്പലക്കാട് ഫൈസിന്റെ ഒരു സി ഡി കേട്ടു, അത് അവരുടെ കുടുംബ പരമ്പര, ഈ ഹദ്റജി നബിയിലേക്ക് എത്തുന്ന കുടുംബ പരമ്പര പറഞ്ഞതാണ്. പരമ്പര തന്നെയല്ലേ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു. അതല്ലാണ്ട് മുടി സൂക്ഷിച്ച പരമ്പര അല്ല. മുടിന്റെ സനത് അല്ല അവിടെ വായിച്ചത്, സനത് വേറെ ഉണ്ട്, അതവിടെ വായിച്ചിട്ടൊന്നുമില്ല. മുടിന്റെ സൂക്ഷിച്ച പരമ്പര അല്ല. മുടിന്റെ സനത് അല്ല അവിടെ വായിച്ചത്, സനത് വേറെ ഉണ്ട്, അതവിടെ വായിച്ചിട്ടൊന്നുമില്ല. മുടിന്റെ സനത് അല്ല അവിടെ വായിച്ചത്, സനത് വേറെ ഉണ്ട്, അതവിടെ വായിച്ചിട്ടൊന്നുമില്ല. മുടിന്റെ സനത് അല്ല അന്ന് വായിച്ചത് അല്ലേ? അല്ല. അപ്പൊ പിന്നെ അന്ന് അവിടെ പ്രസംഗിച്ച മുടിന്റെ സനത് വായിക്കാന്നായിരുന്നല്ലോ. അതിപ്പോ എനിക്കറിയില്ല, ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല. അല്ല അന്നിപ്പോ ഇങ്ങോട്ട് വരി, നാട്ടിൽ നമുക്ക് നോക്കാം. അല്ല അന്ന് പേരോട് ഉസ്താദായിരുന്നല്ലോ അവിടുന്ന് പരിഭാഷപ്പെടുത്തിയത്, അപ്പോ അത് മുടിന്റെ സനത് വായിക്കാണ് എന്ന് പിന്നെ അവിടുന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞവര് പക്ഷേ തെറ്റായിരിക്കും, വായിച്ച മുടിന്റെ സനതല്ല. അപ്പൊ ആളുകൾ ധരിച്ചിരിക്കുന്ന മുടിന്റെ സനതാണെന്നാണ്. ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല, അത് കുറെയൊക്കെ ഇപ്പൊ ഈ സി ഡി കേട്ടതോടുകൂടി മനസ്സിലാക്കുന്നത്. കാരണം അപ്പൊ അന്ന് അങ്ങനെ ആരോ കുറച്ച് ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയി വിചാരിച്ചിട്ട് എല്ലാം വാസ്തവം അതായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ എന്തായാലും പിന്നെ ആ നീളമുള്ള മുടി ഉണ്ടാവും, നേരത്തെ പറഞ്ഞ വിശ്വാസം എന്തായാലും പിന്നെ ഇത് നീളുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഈ ഓൺലൈനിൽ ഒരു ക്ലാസ് റൂം ഉണ്ട്, സുന്നി ഗ്ലോബൽ ക്ലാസ് റൂം എന്നൊരു ക്ലാസ് റൂം ഉണ്ട്. ഗ്ലോബൽ എന്താണ്? സുന്നി ഗ്ലോബൽ വോയിസ്. അപ്പൊ അവിടെയുള്ള ഒരു അബ്ദുൽ നാസിർ അസ്ഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ് ഇത് മുടി ഇങ്ങനെ ഒരു കൊല്ലത്തിൽ 2.8 സെന്റിമീറ്റർ നീളുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങളെ അഭിപ്രായം? എനിക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞൂടാ, ഇല്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറയൂ. എങ്ങനെ നീളുന്നില്ല എന്നല്ലേ? അതെ. അപ്പൊ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞൂടാ, ഇല്ല. അബ്ദുൽ നാസിർ അസ്ഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ് ഇത് മുടി ഇങ്ങനെ ഒരു കൊല്ലത്തിൽ 2.8 സെന്റിമീറ്റർ നീളുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങളെ അഭിപ്രായം? എനിക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞൂടാ, ഇല്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറയൂ. എങ്ങനെ നീളുന്നില്ല എന്നല്ലേ? അതെ. അപ്പൊ അബ്ദുൽ നാസിർ അസ്ഹരി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ല, അബ്ദുൽ നാസിർ അസ്ഹരി ഹസ്രജിന്റെ ഏതോ ഒരു പുസ്തകം വായിച്ചിട്ടാണ് അയാൾ പറയുന്നത്. അതെനിക്കറിയില്ല. അബ്ദുൽ നാസിർ അസ്ഹരി എന്ന് പറയുന്നത് ഹസ്രജിന്റെ ഒരു പുസ്തകമാണ് വായിക്കുന്നത്, അറബി പുസ്തകം. അതില് പിന്നെ ഇത്രാമത്തെ പേജിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊല്ലത്തിൽ നീളുന്നുണ്ട് എന്ന് പറയുന്നു. ഹലോ കട്ടാക്കി.